പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കഥകളി ആശാനായ രാജീവ് സാറിനോട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പോവുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ കഥകളി ആശാനാണല്ലോ സാറ്. അപ്പൊ എനിക്ക് കഥകളിനെ പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആർക്കും അറിയത്തില്ല, കുറച്ചു പേർക്കെല്ലാം അറിയാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ഏതൊക്കെയാണ്? ആദ്യം കഥകളി എന്താണെന്ന് പറയട്ടെ. കഥകളി എന്താന്ന് ഒരു കഥയെ കളിച്ച് കാണിക്കുകയാണ് കഥകളി എന്ന് പറയാം. എങ്കിലും നൃത്തവും വാദ്യവും ഗീതവും ഒക്കെ ചേർന്നതും മുദ്രകളിലൂടെ അഭിനയിച്ച് കാണിക്കുന്നതും ആ സംഭാഷണമില്ല, സംഭാഷണ മുദ്രകളിലൂടെയാണ്. നാട്യധർമ്മിതൊരു അഭിനയമുണ്ട്, കുറച്ച് സാധാരണ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി മുകളിലാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ ഒരു അഭിനയത്തോട് കൂടിയതും ആയ പുരാണ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കലാണ് കഥകളി. കഥകളിയിൽ വേഷങ്ങൾ 5 തരം വേഷങ്ങളുണ്ട്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഇങ്ങനെ 5 വേഷങ്ങളുണ്ട്. സ്കൂളിൽ പഠിക്കാനുണ്ട്. പച്ച നല്ല സൽസ്വഭാവികളായ കഥാപാത്രങ്ങളെയാണ് പച്ച വേഷം പ്രതിനിധാനം ചെയ്യുന്നത്. കത്തി വേഷം എന്ന് പറയുമ്പോൾ കുറച്ച് വില്ലൻ, സെമി വില്ലൻ എന്നൊക്കെ പറയില്ലേ, കുറച്ച് ദുഷ്ട സ്വഭാവമുള്ള രാജാക്കന്മാർക്കാണ് കത്തി വേഷം. രാവണനൊക്കെ കത്തിയാണ്, ദുര്യോധനൊക്കെ. താടി വേഷം ദുഷ്ടന്മാർക്കാണ്, ദുശാസനൻ അങ്ങനെയുള്ള ദുഷ്ടന്മാർക്കാണ് താടി വേഷം. മിനുക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീ വേഷം, സന്യാസിമാര്, ദൂതന്മാർ, അവർക്കൊക്കെയാണ് മിനുക്ക് വേഷം. കരി വേഷം എന്ന് പറയും കാട്ടാളൻ തുടങ്ങിയ വേഷങ്ങൾക്കാണ് കരി വേഷം. അപ്പോൾ നമുക്കത് നേരിട്ട് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇവിടെ സ്കൂളിലുണ്ട്. സ്കൂളിൻ്റെ എച്ച് എം പ്രത്യേകതയുള്ളത്, സ്കൂളിൻ്റെ എച്ച് എം ഒരു കഥകളി നടൻ കൂടിയാണ്, നല്ലൊരു ആസ്വാദകൻ കൂടിയാണ്, നല്ലൊരു സഹൃദയൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും ഭംഗിയായി നടക്കാൻ, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു കൊടുക്കാൻ വലിയൊരു മാതൃകയാണ്. സ്കൂളുകളിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വരുന്ന കാലങ്ങളിൽ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ കല എന്താണെന്ന് മനസ്സിലാകൂ. അപ്പോൾ പ്രതിനായകന്മാർക്കാണല്ലോ കഥകളിയിൽ കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പം അതിൽ ആശാന്റെ അഭിപ്രായം എന്താണ്? അല്ല, അങ്ങനെ പറയാനില്ല. നായകന്മാർക്ക് തന്നെയാണ് എപ്പോഴും പ്രധാനമെങ്കിലും കഥകളിയിൽ പ്രതിനായകന്മാർക്കും പ്രാധാന്യമുണ്ട്. ഇപ്പൊ കീചകവധം എന്ന കഥയിൽ കീചകൻ കുറച്ച് ദുഷ്ട സ്വഭാവമാണ്, പക്ഷെ അത് നായകനായിട്ട് വരുന്നുണ്ട്. പ്രതിനായകന്മാർ നായകന്മാരായിട്ട് വരുന്ന ചില കഥകളാണ് ഈ കീചകവധം. ദുര്യോധനൻ പ്രതിനായകനാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അത് ദുര്യോധനവധം കഥയിൽ ഇദ്ദേഹമാണ് നായകനായിട്ട് വരുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ വരുന്നൊരു കല കൂടിയാണ് കഥകളി. അപ്പോൾ സിനിമയിലൊക്കെ ആകുമ്പോൾ നായകൻ വില്ലൻ പ്രത്യേകം അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ കഥകളിയിൽ ചില കഥകളിൽ വില്ലന്മാര് നായകനാകുന്ന അവസ്ഥ. അപ്പോൾ കഥകളി സംഗീതം നമ്മുടെ സാധാരണ ആയിട്ടുള്ള സംഗീതം തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? കഥകളി സംഗീതം പണ്ട് സോപാന സംഗീത ശൈലിയിലായി കേട്ടിട്ടുണ്ടോ? സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സോപാനത്തിന് പടിയുടെ ഒരു വശത്ത് നിന്നുകൊണ്ട് ഇടയ്ക്ക എന്ന വാദ്യം കൊട്ടി പാടിയിരുന്ന ഒരു ഭക്തിഗീതത്തെയാണ് സോപാന സംഗീതം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഭാവം ഭക്തിയാണ്. അത് കേട്ടാൽ നമുക്ക് ഭക്തിയാണ് വരുന്നത്. അപ്പൊ കഥകളി സംഗീതവും മോഡലാക്കിയിരുന്നത് ഈ സോപാന സംഗീതത്തെയായിരുന്നു. അതിങ്ങനെ ഒരേ ശൈലിയിൽ പാടി പോകുമായിരുന്നു, പ്രത്യേകിച്ച് ഭാവം തോന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നത് മാറ്റങ്ങൾ വന്നു. ഇന്ന് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ട്യൂണുകൾ അല്ലെ കർണാടക സംഗീത രാഗങ്ങൾ കഥകളിയിലേക്ക് വന്നു. അപ്പോൾ കുറച്ചുകൂടി ദുഃഖം വരുമ്പോൾ അതിന് പറ്റിയ രാഗങ്ങൾ, അപ്പം സന്തോഷം വരുമ്പോൾ അതിന് പറ്റിയ രാഗങ്ങൾ, അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി ആസ്വാദ്യകരമായി. ഇപ്പോൾ ഒരു ദുഃഖ സിനിമ കാണുമ്പോൾ അതിന്റെ പശ്ചാത്തല സംഗീതം ഒരു പ്രത്യേക ട്യൂണായിരിക്കും. അത് കേട്ടാൽ നമുക്ക് ദുഃഖം തോന്നും. അത് ആ രാഗത്തിന് പറയുന്ന പേര് ശുഭപന്തു വരാളി എന്ന് പറയും. അപ്പൊ ദുഃഖം വരുമ്പോൾ ആ ട്യൂൺ കേട്ടാൽ നമുക്ക് ദുഃഖം, ആ സീൻ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ട്യൂൺ കേട്ടിക്കുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ഫീൽ കൂട്ടും എന്ന് പറഞ്ഞതുപോലെ കഥകളി സംഗീതത്തിലേക്ക് ഈ കർണാടക സംഗീത രാഗങ്ങൾ വന്നപ്പോൾ കുറെ കൂടി ആസ്വാദ്യകരമായി. അതാണ് ഇതിൽ നിന്നൊരു വലിയൊരു മാറ്റം. ഏതൊക്കെ വാദ്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? ചെണ്ട, മദ്ദളം, ചെറിയ മൃദംഗം എന്നൊക്കെ പറയല്ല, കുറച്ച് വലിപ്പമുള്ളതാണ്. മൃദംഗം, സോറി, ചെണ്ട, മദ്ദളം, ചേങ്ങില, കണ്ടില്ല ദോശക്കല്ല് പോലത്തിരിക്കുന്ന ഇലത്താളം, ഈ 4 വാദ്യങ്ങളാണ്. ശംഖ് ഉപയോഗിക്കാറുണ്ട്. അപൂർവ സമയങ്ങളിൽ ഇടയ്ക്കയും, അതായത് സ്ത്രീവേഷങ്ങൾക്ക്
ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ആഭരണങ്ങൾ, പലതരം ആഭരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓരോ കിരീടങ്ങൾ തന്നെ പലതരം ഉണ്ട്. ഓരോ വേഷത്തിനും ഓരോ കിരീടങ്ങൾ അങ്ങനെ ഉണ്ടോ? അതായത് നായക പ്രധാനമായ വേഷങ്ങൾക്കെല്ലാം സാധാരണ ഒരു കിരീടം തന്നെ ആയിരിക്കും. ദുശാസനൻ തുടങ്ങിയ കഥാപാത്രം, ദുഷ്ട കഥാപാത്രങ്ങൾ വലിയ വലിപ്പമുള്ള കിരീടമായിരിക്കും. ഹനുമാന്റെ കിരീടം, ഹനുമാന്റെ ഒരു തൊപ്പി പോലെ, സായിപ്പിന്റെ തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു കിരീടമാണ്. കാട്ടാളന്മാർക്ക് അതും ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു കറുത്ത കിരീടമാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപത്തിനേക്കാളും ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്താണ് കഥകളിയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ മേക്കപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര നേരം എടുക്കും? ഒരു കത്തി വേഷമായാലും പച്ച വേഷമായാലും എത്ര നേരം എടുക്കും അത് മേക്കപ്പ് ചെയ്തു വരാനായിട്ട്? ഒരു വേഷം ചെയ്തു വരാൻ ഒരു 3.5-4 മണിക്കൂറെങ്കിലും, 3.5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം. കത്തി വേഷങ്ങളൊക്കെയാണ് കുറേ കൂടെ സമയം എടുക്കും. ഒരു 4 മണിക്കൂർ കൂടുതലെങ്കിലും എടുക്കും. ഇത് നമുക്ക് നേരിട്ട് കാണാം, നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം. അപ്പം മനോധർമ്മം സാധാരണക്കാർ ഇപ്പൊ കഥകളിയിൽ നമ്മളിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾ നടന്മാര് എങ്ങനെയാണ് അതിന് കഥകളിയിൽ പറഞ്ഞ ആട്ടം എന്ന് പറയും, ഇളകിയാട്ടം എന്ന് പറയും. ഇതിലാണ് ഈ മനോധർമ്മം വരുന്നത്. നടന്റെ മനോവ്യാപാരങ്ങൾ, മനസ്സിലുള്ള ചിന്തകളെ മുദ്രയിലൂടെ കടത്തി വിടുകയാണ്. പുരാണത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള കാര്യങ്ങൾ നടന്റെ ആശയമനുസരിച്ച് മാറരുത്, എന്നും കാണിക്കാമെന്നല്ല, ആ കഥയിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പം നമ്മൾ രണ്ടുപേരും ഒരു കാര്യത്തെ പറ്റി പറയുന്ന 2 രീതിയിലായിരിക്കും. നമ്മൾ രണ്ടുപേരും ചിന്താഗതി വ്യത്യാസം ഉണ്ടാവും. എന്നതുപോലെ രണ്ടുപേരും ഈ നടന്റെ വായിച്ചുള്ള അറിവനുസരിച്ച് അയാൾക്ക് ഈ മനോധർമ്മം പ്രകടിപ്പിക്കാം. അപ്പൊ നമ്മൾ പാട്ടിന്റെ കൂടെ ആയിരിക്കും ഓരോരോ മുദ്രകൾ കാണിക്കുന്നത്. അപ്പൊ അതിൽ വ്യത്യാസം വരത്തില്ലേ? അല്ല, ഇത് ഇളകിയാട്ടം വരുമ്പോൾ പാട്ടുണ്ടാവില്ല, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പാട്ട് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പാട്ടെന്ന് പറയാറില്ല, പദം എന്നാണ് പറയാറ്. അത് ആലപിക്കുമ്പോൾ നമ്മൾ മുദ്രയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ സമയം അല്ല, അവരെ നമ്മൾ ഫോളോ ചെയ്യില്ല, മുദ്രയെ അവർ ഫോളോ ചെയ്യും പാട്ട്. അപ്പം പക്ഷേ ഈ സമയത്ത്, ഇളകിയാട്ട സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ മനോധർമ്മയുടെ സമയത്ത് അവിടെ വാദ്യങ്ങൾ മാത്രമാണ് അവർ നമ്മളെ ഫോളോ ചെയ്യും. പാട്ടുകാർ ഒന്നും ചെയ്യണ്ട, താളം പിടിക്കാൻ മാത്രമേ ഉള്ളൂ. പണ്ട് അന്നിട്ടവർ പറഞ്ഞു വരുന്നൊരു വാക്കാണ് കഥ അറിയാതെ ആട്ടം കാണാന്നുള്ളത്. അപ്പം ഇപ്പോഴായാലും ശരി, പണ്ടായാലും ശരി, ആർക്കും ഇങ്ങനെ കഥകളിയെ പറ്റി എന്താണ് മുദ്രകൾ ആർക്കും അറിയത്തില്ല. അപ്പൊ സാറിന് ഇത് മുമ്പോട്ട്, ഈ ജനറേഷനിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ സാറിന് എന്താ ചെയ്യുന്നത്? ഇനി വരുന്ന കാലത്ത് കഥകളിയെ കൂടുതലായി നമ്മുടെ പുതിയ തലമുറയിലേക്ക് കളിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം കഥകളി ആസ്വാദന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ഞാൻ തന്നെ സ്കൂളുകളിൽ ഒരു 1000-നടുത്ത് ആസ്വാദന ക്ലാസ്സുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. DED കോളേജിലും TTA നടത്താറുണ്ട്. ഒപ്പം തന്നെ ഇപ്പം ഓൺലൈൻ വഴി, കോവിഡ് സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, കഥകളി ലോകത്തൊരു ആദ്യ സംഭവമായിരുന്നു ഓൺലൈൻ വഴി കഥകളി ആസ്വാദന ക്ലാസ്. അതിലിപ്പോൾ 400ഓളം പേരായി. ഹൈക്കോടതി ജഡ്ജി മുതൽ ഇങ്ങോട്ട്, മഞ്ജുവാരുടെ അമ്മ മുതൽ ഇങ്ങോട്ട് നിരവധി കഥകളി അറിയാൻ ആഗ്രഹിക്കുന്നവർ ക്ലാസ്സിലുണ്ട്. 400ഓളം പേര് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്യുക, അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല, വരും തലമുറയ്ക്ക് കരുതി വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്, സ്കൂളുകളിൽ ആസ്വാദന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. Oh